ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓലയുടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടാട്ടോ. സർവീസുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ കൂട്ടുകാരനുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് കണ്ടു, ഈ വണ്ടി എൻ്റെ ഫ്രണ്ട് എടുത്താണ്, എൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട് എടുത്ത വണ്ടി ആട്ടോ ഇത്. ഈ വണ്ടി ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. എന്തോ വണ്ടി സെൻസറിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് വണ്ടി മൂവ് ആവണില്ല. ബ്രേക്കൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കി, എന്നിട്ടും വണ്ടി മൂവ് ആവണില്ല. ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഇത് ടോൾ ചെയ്യാനുള്ളത് അത് 1 വർഷം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് എടുത്തത്. വണ്ടി ഇരിക്കുന്നു നോക്കിപ്പോൾ. എന്നിട്ട് ഇപ്പോൾ യാതൊരുവിധ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റും ഇല്ല. വണ്ടി ഇപ്പോൾ എപ്പോഴാണ് എടുത്തുകൊണ്ടാവാന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം എൻ്റെ കൂട്ടുകാരിപ്പോൾ എന്നോടാണ് ചോദിക്കുന്നത്, നിൻ്റെ വാക്ക് കേട്ടിട്ട് വണ്ടി എടുത്തു. പക്ഷേ എനിക്ക് സർവീസ് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയില്ല, കുറച്ച് 2-3 ദിവസം ഡിലേ വന്നിട്ടുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇതെന്താ സംഭവം എന്ന് ഒരു പിടിയില്ല. ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഇനിയിപ്പോൾ ഫ്രണ്ട് പറയും എന്താണ് കാര്യങ്ങളെന്ന് പറയും. നമ്മുടെ കൂട്ടുകാരാണ് സൈത്ത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇതിപ്പോൾ എടുത്തിട്ട് നമ്മൾ ഒരു 3-4 മാസമായി. വണ്ടി കംപ്ലൈൻ്റ് ആയി. വണ്ടി വഴി നിന്നു കഴിഞ്ഞിട്ട് ഞാൻ ഓല കെയർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പ്ലസ് അതുള്ളതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തത്. അതായത് വണ്ടി എവിടെ വെച്ച് ഡാമേജ് ആയ വണ്ടി നിന്നു. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 ദിവസമായി. ഈ 15 ദിവസത്തിൽ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞിട്ട് ഷോറൂമാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ സർവീസ് സെൻ്റർ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സർവീസ് സെൻ്ററിലേക്ക് ഒരു അഭിഷേക് എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നു. അവനെ വിളിച്ചിട്ട് ഏതാ സർവീസ് സെൻ്റർ പറഞ്ഞു. സർവീസ് സെൻ്റർ എനിക്ക് ആരും പറഞ്ഞു, ആ സ്ഥലപ്പേരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു നമ്പർ തന്നു. അല്ല, വണ്ടി എവിടെ നിന്ന് എടുത്തു നീ? വണ്ടി തൃശ്ശൂർ, മറ്റേ ആലത്തൂർ, പാലക്കാട്. പാലക്കാട് അത് പറയും. അവിടെ നിന്നാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ 15 ദിവസമായി വണ്ടി ഇരിക്കുന്നു. ഈ വണ്ടിയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടറിയാം. നാശമോശമായിരിക്കേണ്ട ഈ വണ്ടി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ 4-ാം തീയതിയാണ്. അതായത് ഡിസംബർ 4-ാം തീയതി. ഡിസംബർ 4-ാം തീയതിയാണ് ബുക്ക് ചെയ്തത്. ഏകദേശം ഇന്നത്തേക്ക് 14 ദിവസമായി. ഞാൻ ഷോറൂമിൽ പോയി സംസാരിച്ചു തിങ്കളാഴ്ച. അപ്പോൾ അവർ പറഞ്ഞു തിങ്കളാഴ്ച തന്നെ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ആയിട്ട് അവർ വന്നിട്ടില്ല. തിങ്കളാഴ്ചയും വന്നിട്ടില്ല, ചൊവ്വാഴ്ച വന്നിട്ടില്ല, ബുധനാഴ്ചയും കഴിഞ്ഞു. ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കും, ഇതുവരെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇനി എന്താ ചെയ്യേണ്ടത്? കത്തിച്ചു കളഞ്ഞാലോ? എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇത് കിട്ടുന്നില്ല. ഇവരെ സർവീസ് വളരെ മോശമാണ്. വണ്ടി മണ്ടയ്ക്ക് വെച്ച് തന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സർവീസ് ഭയങ്കര മോശമാണ്. ഈ ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് ഈ സാധനം എടുത്തിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു വണ്ടി ഇങ്ങനെ ഇറക്കണ കാര്യം ഇവർക്കില്ല. പിന്നെ ഞാൻ ഈ വണ്ടിനെ ആശ്രയിച്ച് നടക്കണേ. എനിക്ക് വർക്കിന് പോകണം, എനിക്ക് പണിക്ക് പോകണം. ഇത്ര ദിവസം ഞാൻ ബസ്സിനെ പോയിക്കൊണ്ടിരുന്നത്. ലോണാണോ? അതിൽ ലോൺ എടുത്താണ് ഈ വണ്ടി എടുത്തേക്കണം. മാസം 3,300 രൂപ എങ്ങാണ്ട് EMI അടക്കണം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ഇവർക്കൊരു ഉത്തരവാദിത്വം പറഞ്ഞ സംഭവിച്ചില്ല. ഇനി ഞാൻ ഇന്ന് അവിടെ ഷോറൂമിൽ ചെല്ലുന്നുണ്ട്. അല്ല, ഇന്ന് ഷോറൂമിൽ ചെല്ലുകയാണോ വിളിക്കുന്നുണ്ടോ? നീ ആദ്യം എന്താ ചെയ്യുന്നത്? വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ 3-4 ദിവസം വിളിക്കുന്നു. തിങ്കളാഴ്ച വിളി തുടങ്ങിയതാ. തിങ്കളാഴ്ച ചെന്നിട്ടും ഇവർക്കൊരു ഉത്തരവാദിത്തം ഇല്ല. ഇനി ചെല്ലുക, 4 ആട്ടമായിട്ട് അല്ലെങ്കിൽ വണ്ടി അവിടെ കത്തിക്കുക. നമുക്ക് ഇന്ന് തന്നെ ഷോറൂമിൽ അത് നടക്കുള്ളൂ. വേറെ ഒരു പരിപാടി നടക്കില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇതിലിപ്പോൾ എനിക്ക് എന്താ റോള് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടാണ് ഈ വണ്ടി എടുത്തത്. കുഴപ്പമില്ലാത്ത ഓട്ടമുള്ള കാരണം ഈ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞത് ഞാനാണ്. എൻ്റെ വാക്ക് കേട്ടാണ് അന്ന് എടുത്തത്. പക്ഷെ അന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ജസ്റ്റ് വില ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അന്ന് പറഞ്ഞു ഇന്ന് ലാസ്റ്റ് ഡേ ഉണ്ട്, ഒരു ഓഫറുണ്ട്. ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ഫ്രീ ആണ്. അതിൻ്റെ സർവീസ് ഓല കെയർ പ്ലസ് ഫ്രീ ആണ്. അതിന് ഏകദേശം 4000 രൂപ ചിലവുണ്ട്. അത് ഫ്രീ ആണ് പറഞ്ഞിട്ടാണ് അന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടാണ് അത് സംഭവം തന്നെ എടുത്തത്. സാധാരണ ഓലയിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയോ എത്ര ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ കാരണം ഇതിപ്പോൾ റെഫർ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വണ്ടി ആ സമയത്ത് ഡെലിവറി ആയിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് വെച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഡെലിവറി ആയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ അഡ്രസ്സ്, പിന്നെ അവർ അതിനെ പറ്റിയിട്ട് സംസാരമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് സർവീസിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിപ്പോൾ ഇവനെ വിളിക്കലും കൂടി ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഷോറൂമിൽ പോവുക. ഷോറൂമിൽ പോയിട്ട് എന്താ കാണിക്കണമെന്ന് ഞങ്ങൾ നോക്കട്ടെ. പാലക്കാട് ആലത്തൂരത്തെ ഷോറൂമാട്ടോ. നമ്മൾ ഷോറൂമുകാരെ കുറ്റം പറയുകയൊന്നുമല്ല, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഇത് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂരാണ് കോൾ സെൻറ്ററിലേക്ക് പോണത്, ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല എന്നാണ്. വണ്ടി ഇനി പാലക്കാടാണോ പോവുക തൃശ്ശൂരാണോ പോകുക എന്ന് നമുക്കറിയില്ല.
പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരു സാധനം ഒരു ഡീലറായാലും ഡീലർ ഒരു ഒരു ഇതാണല്ലോ എന്താ ഓല എന്താ സെൻറ്റർ തന്നെയാണല്ലോ അത്. അപ്പോൾ അവർക്കൊന്ന് ചൂസ് ചെയ്യണമല്ലോ കസ്റ്റമറെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഓരോ സ്ഥലത്തേക്ക് അത് കസ്റ്റമർക്ക് വേണ്ട സപ്പോർട്ട് അവർ കൊടുക്കണോ, അത് കൊടുത്തിട്ടില്ല. ഓക്കെ.